എവ്രിവൺ 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 8 ആണെന്ന്. ഇന്ന് എനിക്കൊരു ന്യൂട്രൽ ഡേ ആണ്. ഭയങ്കര ഹാപ്പി അല്ല, ഭയങ്കര സാഡല്ല, ഒരു ന്യൂട്രൽ ആയിട്ടാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത്. ഞാൻ എന്നെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയങ്കര പ്രൗഡാണ്. കാരണം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുക, പബ്ലിക്കിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക്. അത് ഓപ്പണായിട്ട് ഞാൻ കടന്നു പോകുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും എൻ്റെ ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ്. ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്യും, അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ദിവസവും എനിക്ക് ഫിയറുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് എൻ്റെ സെൽഫിനെ ഞാൻ വർക്ക് ചെയ്യുന്ന കാണുന്ന സമയത്ത് ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കഴിഞ്ഞ 8 ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി. സാധാരണ ഞാൻ കണ്ണാടിയിലൊക്കെ നോക്കുന്ന സമയത്ത് എന്നെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് പതിവ്. പക്ഷെ ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമവും പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് എൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ഞാൻ എന്നോട് നല്ല അഫർമേഷൻസ് പറയും, സെൽഫായിട്ട് ഹഗ് ചെയ്യും, എൻ്റെ കൂടെ ഇരിക്കും. എനിക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസൊക്കെ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഇരുന്ന് അത് ഫീൽ ചെയ്യും. അപ്പം തന്നെ അത് പെട്ടെന്ന് അത് റിലീസായി പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അൺകംഫർട്ടബിളായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ജേർണൽ ചെയ്യും. അപ്പോഴും എനിക്ക് വളരെയധികം ഒരു സമാധാനം ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ കൂടുതൽ ഓരോ ദിവസം എൻ്റെ സെൽഫായിട്ട് കണക്ട് ചെയ്ത് എന്നെ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആളാകെ മാറി വരുന്നുണ്ട്. എൻ്റെ ചിന്താരീതികളാണെങ്കിലും മൈൻഡ് സെറ്റിലൊക്കെ നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. സോ ഈ ചലഞ്ച് തുടങ്ങിയത് എന്തായാലും നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ എല്ലാ ദിവസവും എന്നെ ഇടുന്നത്. എനിക്ക് എന്ത് എക്സ്ക്യൂസ് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എത്ര ടയേർഡാണെങ്കിലും റെസിസ്റ്റൻസ് വന്നാലും ഗിവപ്പ് ചെയ്യാൻ തോന്നിയാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ടാസ്കുകൾ ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇംപെർഫെക്റ്റ് ആണ്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ഞാൻ എല്ലാം ചെയ്യുന്നത്. ആദ്യം ഒരു ശീലം ഉണ്ടാക്കുക, എൻ്റെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരിക, എനിക്ക് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യമായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കിതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 5-6 വർഷം കഴിഞ്ഞാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത്. ഇപ്പോഴെങ്കിലും തുടങ്ങിയത് വലിയ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട്, ഒരുപാട് ഫിയേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. സോ എനിക്ക് ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 8 ദിവസമായിട്ടുള്ളെങ്കിൽ പോലും ഒരുപാട് ഇമോഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിലും എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടുന്നുണ്ട്, ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ട്രസ്റ്റൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ണാടി നോക്കിയിട്ട് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാതെ എൻ്റെ അടുത്ത് തന്നെ പറയും, നീ ബ്യൂട്ടിഫുള്ളാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്ത് എന്നെ അക്സെപ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്ന സമയത്ത് വളരെയധികം എനിക്ക് എന്നോടൊരു സെൽഫ് ലവ് ഒക്കെ കൂടുന്നുണ്ട്. പിന്നെ ഞാൻ മറ്റുള്ളവരെന്ത് പറയും ചിന്തിക്കുന്നൊന്നും അധികം ബോധർ ചെയ്യുന്നില്ല. ഇപ്പം എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഓവറായിട്ട് സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ചെയ്യേണ്ട ടാസ്കുകൾ ഞാൻ ചെയ്യുന്നു, പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്നു, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, കുറച്ച് പാട്ടൊക്കെ കേൾക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വെറുതെ സ്ക്രോൾ ചെയ്ത് ടൈമൊന്നും ഓവർ കളയുന്നില്ല. ഒരുപാട് നല്ല ചേഞ്ചസ് വരുന്നുണ്ട്. അതിനനുസരിച്ച് ഒരുപാട് റെസിസ്റ്റൻസും വരാറുണ്ട്, ടയേർഡായി പോകാറുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. ഇതൊക്കെ ചേഞ്ചിൻ്റെ ഭാഗമാണെന്ന് എനിക്ക് നേരത്തെ അറിയാം, ഇങ്ങനെയൊക്കെ വരും. പക്ഷേ ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം എൻ്റെ പഴയ ഹാബിറ്റ്സിലേക്കൊക്കെ പോകാനുള്ളൊരു ടെൻഡൻസി വളരെ കൂടുതലായിട്ട് വളരെ ഒരു പഴയ ഹാബിറ്റ്സിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി വളരെയധികം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ പോവാതെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ അൺകോൺഷ്യസ് ആവുന്ന സമയത്ത് കോൺഷ്യസ്ലി ഞാൻ എന്നെ പോയി ക്യാച്ച് ചെയ്ത് ഇതല്ല നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ ഒരു പേഴ്സൺ അല്ല, ഇതല്ല എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ പുതിയൊരു പേഴ്സൺ ആണ്, ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്, എൻ്റെ സെൽഫിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞ് ഞാൻ പുതിയ ഹാബിറ്റ്സിലേക്ക് പതുക്കെ എന്നെ തന്നെ ഒന്ന് വഴി തിരിച്ച് വിടാറുണ്ട്. സോ ഇത് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഔട്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് എഫേർട്ട് ഇടണം. അത് നമുക്ക് തോന്നുന്നു ആകെ കുഞ്ഞു ടാസ്കുകളല്ലേ ചെയ്യാനുള്ളൂ, എല്ലാ ദിവസവും വീഡിയോ എടുത്താൽ പോരെയെന്ന്. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മെൻ്റലി ഉള്ള ഒരു എനർജി ഉണ്ടല്ലോ, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫിയറുള്ള കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് ചെയ്ത് അതിനോട് ഫെമിലിയർ ആകുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നാൽ നമുക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. സോ ഞാനിതൊക്കെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നെ എൻ്റെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്,
ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ഒരു 360 ഡിഗ്രി നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ ആവാൻ വേണ്ടി റെഡി ആയിക്കോളാം. ഒരുപാട് പെയിൻ വരും, ഒരുപാട് അൺകംഫർട്ടബിൾ ആവും, ഇറിറ്റേഷൻ വരും. അൺകംഫർട്ടബിൾ സെൻസേഷൻസ് വരുമ്പോൾ ഇട്ടിട്ട് പോവാതെ അത് ഫേസ് ചെയ്യുക, നമ്മളുടെ ലൈഫ് അക്സെപ്റ്റ് ചെയ്യുക, ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കുക. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പറയുക, ഐ ആം റെസ്പോൺസിബിൾ. ഇപ്പം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന് കാരണം. നിങ്ങളുടെ ഹാബിറ്റ്സ്, നിങ്ങളുടെ ഡിസിഷൻസൊക്കെയാണ് നിങ്ങളെ ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരുന്നിട്ടോ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ലൈഫിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പ്രശ്നത്തിൽ തന്നെ ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷൻ നോക്കുക. എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതിന് മുകളിൽ പ്രശ്നങ്ങൾ ആലോചിച്ച് അതിൽ തന്നെ നിന്ന് കറങ്ങാതെ എന്താണ് എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരാൻ, ഈ പ്രോബ്ലത്തിന് സൊല്യൂഷൻ എന്താണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് പുറത്ത് വരാൻ പറ്റും. Take 100% responsibility of your life. Take good care of yourself. Heal yourself. അതൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നമ്മളിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമ്മളെ ഹീൽ ചെയ്യാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കരുത്. ആരും വന്നാൽ നമ്മളെ സേവ് ചെയ്യത്തില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, നമുക്ക് ഹീൽ ചെയ്ത് തരത്തില്ല, നമുക്ക് വേണ്ട ലൈഫ് ക്രിയേറ്റ് ചെയ്ത് തരത്തില്ല. നമ്മൾ വേണം നമുക്ക് വേണ്ട ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ വേണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പേടി ഉണ്ടാവും, വളരെയധികം ചമ്മലുണ്ടാവും, സെൽഫ് ഡൗട്ട് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് 5-6 വർഷമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ആക്ഷൻ എടുക്കാൻ അത്രയും പേടിയായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ ഒരു ഏരിയയിലും എനിക്ക് ഒരു ഗ്രോത്തും ഫീൽ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്തത്, എനിക്കിനി ഇങ്ങനെ പോയാൽ പറ്റില്ല. ഇതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. എത്ര കാലം നമ്മളുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ള ടൈമിൽ നമുക്ക് ആഗ്രഹമുള്ള പോലെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക, നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുക. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ആരും വന്നിട്ട് ഇതൊന്നും ചെയ്തു തരത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക, നമ്മളെ ടേക്ക് കെയർ ചെയ്യുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. അതൊരു രസമാണ്. സ്ക്രാച്ചിൽ നിന്ന് നമ്മുടെ ലൈഫ് തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുമെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് ഷെയർ ചെയ്തതാണ്. ഓൾവേസ് ലവ് യുവർ സെൽഫ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. കഴിഞ്ഞ 8 ദിവസമായുള്ളൂ ഞാൻ എൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ആ ഒരു 8 ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കോൺഫിഡൻസ്, ഒരു വല്ലാത്തൊരു ഇമോഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വല്ലാത്തൊരു എനർജി. സോ നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ വർക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവുക. അൺകംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് റെഡി ആവുക. അൺകംഫർട്ടബിൾ ആവുന്ന സെൻസേഷൻസ് വരുമ്പോൾ ഇട്ടിട്ട് ഓടാതിരിക്കുക. ആ ഒരു പോയിന്റിലാണ് എല്ലാ ആൾക്കാരും, ഒരു 99% ആൾക്കാരും ലൈഫിൽ സക്സസ്ഫുൾ ആവാത്തതിൻ്റെയും അവർ ആഗ്രഹിക്കുന്ന എവിടെ അവർ എത്താത്തതിൻ്റെയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകംഫർട്ടബിൾ ആവാൻ തുടങ്ങുന്ന മൊമെൻറ്റിൽ ഇട്ടിട്ട് പോകും. അതുകൊണ്ടാണ് നമ്മൾ എവിടെ എത്താത്തത്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് നമ്മൾ വരുത്തിയിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് മണ്ടത്തരം ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ബാഡായിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവും. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ബ്ലെയിം ചെയ്യാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് മാത്രം എന്താ പ്രശ്നം, എൻ്റെ വിധിയാണെന്നൊക്കെ പറഞ്ഞ് വിക്ടിം മൈൻഡ് സെറ്റ് ഇരിക്കാതെ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ട്രൈങ് ടു ടീച്ച് മീ, ഇതെന്താണ് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, എന്താ ഞാൻ പഠിക്കേണ്ടത്, എൻ്റെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ പാറ്റേൺസ് വരുമ്പോൾ ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന് സ്വയം ചോദിക്കുക. സ്വയം ലൈഫൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ പ്രവൃത്തികളും ഹാബിറ്റ്സൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് എല്ലാത്തിനുള്ള ഉത്തരം അവിടെ ഉണ്ടാവും. സോ ഓൾവേസ് ലവ് യുവർ സെൽഫ്, ബി കൈൻഡ് ടു യുവർ സെൽഫ്, ബി ജെൻറ്റിൽ വിത്ത് യുവർ സെൽഫ് ആൻഡ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളുടെ ലൈഫ് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറണം. നമ്മുടെ ലൈഫ് മാറണമെങ്കിൽ നമ്മൾ മാറണം, നമ്മുടെ ശീലങ്ങൾ മാറണം. ഞാൻ മാറില്ല, പക്ഷെ എൻ്റെ ലൈഫ് മാറണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്തു, എൻ്റെ സെൽഫിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു, എന്നെ സെൽഫായിട്ട് ഞാൻ ഹഗ് ചെയ്തു, നല്ല അഫർമേഷൻസ് എന്നോട് പറഞ്ഞു, കുറേ നേരം ഞാൻ എന്നോട് സംസാരിച്ചു, എൻ്റെ ഇന്നർ ചൈൽഡൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ കുറേ ക്വാളിറ്റി ടൈം എൻ്റെ കൂടെ തന്നെ ഞാൻ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം പുസ്തകം വായിച്ചു. ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ്, ലെനേൻ്റെ പുസ്തകമാണ്. എനിക്ക് ആ പുസ്തകം ഇഷ്ടമായി, ഞാനത് വായിച്ച് കംപ്ലീറ്റ് ചെയ്തായിരുന്നു.
ആ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് കണക്റ്റായി. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, പല റിയലൈസേഷൻസ് തന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ജേർണൽ ചെയ്തു വൈകുന്നേരം. ഇന്നത്തെ ദിവസം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞു, എൻ്റെ സെൽഫിനോട് താങ്ക് യു പറഞ്ഞു, എന്നെ ടേക്ക് കെയർ ചെയ്ത് എൻ്റെ ബോഡീനോട് താങ്ക് യു പറഞ്ഞു. പിന്നെ പല അവസരങ്ങളിലും ഞാൻ എന്നെ മറന്നു പോയിട്ടുണ്ട്, എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞ് പല സ്ഥലത്ത് നിന്നിട്ടുണ്ട്. സോ എന്നോട് അതിനൊക്കെ ഞാൻ സോറി ചോദിച്ചു. പിന്നെ ഞാൻ സക്സസ്ഫുള്ളി ഡേ 8 കംപ്ലീറ്റ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഒരുപാട് റെസിസ്റ്റൻസ് വന്നിട്ടും ബുദ്ധിമുട്ടുകൾ വന്നിട്ടും അൺകംഫർട്ടബിളായി ഇട്ടിട്ട് പോകാൻ തോന്നിയിട്ടൊക്കെ ഓരോ ദിവസം വീഡിയോ ചെയ്യുന്നതിനും എനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും ടാസ്കുകൾ ചെയ്യുന്നതിനൊക്കെ ഞാൻ എന്നോട് താങ്ക് യു പറഞ്ഞു. അങ്ങനെ സക്സസ്ഫുള്ളി ഡേ 8 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.